ഇതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടാണ്. ഇപ്പൊ പിന്നീട് പിൽക്കാലത്ത് മാറ്റം വരുത്തി ജനിച്ച വീടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ മാസത്തില് കുഞ്ഞാറ് നബി ജനിച്ച സ്ഥലത്താണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇപ്പൊ അങ്ങോട്ട് അതിന്റെ അടുത്തേക്ക് പോകാനേക്കാതെ കെട്ടിബന്ധിപ്പിച്ചിരിക്കുകയാണ്. മുമ്പ് അതിന്റെ മുന്നിൽ പോകായിരുന്നു, നേരെ അടുത്തേക്ക് പോകായിരുന്നു. ഇപ്പൊ പോകാനായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ന് സുബഹിയുടെ അല്പം മുമ്പ് ജനിച്ചത് ഈ പുണ്യസ്ഥലത്ത് വെച്ചാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, പിന്നെ കണ്ണിൽ സുറുമ ഇട്ടിട്ടാണ് റസൂലുള്ള ജനിച്ചത് എന്ന്. സുജൂദിലായിട്ടാണ് നബി ജനിച്ചത്. ല്ലേ? ഇതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടാണ്. ഇപ്പൊ പിന്നീട് പിൽക്കാലത്ത് മാറ്റം വരുത്തി ജനിച്ച വീടാണ് യഥാർത്ഥത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ മാസത്തില് കുഞ്ഞാറ് നബി ജനിച്ച സ്ഥലത്താണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇപ്പൊ അങ്ങോട്ട് അതിന്റെ അടുത്തേക്ക് പോകാനേക്കാതെ കെട്ടിബന്ധിപ്പിച്ചിരിക്കുകയാണ്. മുമ്പ് അതിന്റെ മുന്നിൽ പോകായിരുന്നു, നേരെ അടുത്തേക്ക് പോകായിരുന്നു. ഇപ്പൊ പോകാനായിട്ട് കഴിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ന് സുബഹിയുടെ അല്പം മുമ്പ് ജനിച്ചത് ഈ പുണ്യസ്ഥലത്ത് വെച്ചാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, പിന്നെ കണ്ണിൽ സുറുമ ഇട്ടിട്ടാണ് റസൂലുള്ള ജനിച്ചത് എന്ന്. സുജൂദിലായിട്ടാണ് നബി ജനിച്ചത്. ജനിച്ചപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. കാബ തടാകം വറ്റി വരണ്ടതും, ബിംബങ്ങൾ തലകുത്തി മറിഞ്ഞു വീണതും, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന ഈ കൊണ്ടാരും പൊലിഞ്ഞു പോയതൊക്കെ നമ്മൾ മദ്രസയിൽ ചെറുപ്പത്തിലേ പഠിച്ച ആ ചരിത്ര സംഭവങ്ങളെല്ലാം നടന്നത് ഇവിടെ റസൂലുള്ള ജനിച്ചപ്പോഴാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. സ്വലാത്തും വ തസ്ലീമും